ഡിസോർഡർ ആവുക. ഇന്റേണൽ ഓർഗൻസ്, ശരീരത്തിന്റെ ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനം താറുമാറാവുക, ഡിസോർഡർ ആവുക. ഓർഡർ ഡിസോർഡർ, ഓർഡർ ഡിസോർഡർ. നിങ്ങൾ ശ്രദ്ധിക്കേ, ഇത് പഠിക്കാനുള്ള സദസ്സാണ്, രോഗം ശിഫയാവാനുള്ള സദസ്സാണ്. കാലങ്ങളായി അനുഭവിക്കുന്ന പ്രയാസങ്ങളുടെ കെട്ടുകളഴിച്ച് തൻഹല്ലു ബിഹിൽ ഉഖദ് വതൻഫരിജു ബിഹിൽ ഖുറബ് വതുഖ്ലാ ബിഹിൽ ഹവായിജ്. സ്വലാത്തിന് വേണ്ടി ഒരുമിച്ച് കൂടുന്നവർ മനസ്സിലാക്കേണ്ടത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നാമധേയത്തിൽ ഒരുമിച്ച് കൂടിയാൽ, സ്വലാത്തിന് വേണ്ടി ഒരുമിച്ച് കൂടിയാൽ തുഖ്ലാ ബിഹിൽ ഹവായിജ്, അവിടെ ആവശ്യങ്ങൾ വീട്ടപ്പെടണം. തൻഹല്ലു ബിഹിൽ ഉഖദ്, കെട്ടുകൾ അഴിക്കപ്പെടണം. ദുഃഖത്തിന്റെ, ദുരിതത്തിന്റെ, പ്രയാസത്തിന്റെ നമ്മെ വെരിഞ്ഞു മുറുക്കിയ കെട്ടുകൾ അഴിഞ്ഞു വീഴണം. അല്ലാഹു കബൂൽ ചെയ്യട്ടെ. മുഹമ്മദുർ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രത്യേകത അതാണ്. നിങ്ങളെ പിടികൂടിയ കെട്ടുകളെ അഴിച്ചു തരും, നിങ്ങളെ പിടികൂടിയ പ്രയാസങ്ങളെ നീക്കിത്തരും. അതുകൊണ്ടല്ലേ മങ്കൂസ മൗലീദിലെ മനോഹരമായ ഒരു വരി നമ്മൾ ഇവിടെ പാടിയത്, വമരീളൻ അൻത സായിറുഹു വമരീളൻ അൻത സായിറുഹു ഖദ് അതാഹുല്ലാഹു ബിൽ ഫറജി. നിശ്ചയം രോഗിയായി കിടക്കുന്ന വേളയിൽ, രോഗത്തിന്റെ വേദനാജനകമായ ശയ്യയിൽ ഞാൻ കിടപ്പിലായ വേളയിൽ അങ്ങനെ സന്ദർശിക്കാൻ വന്നാൽ, അങ്ങയുടെ ഓർമ്മ എന്റെ ഹൃദയത്തിലേക്ക് വന്നാൽ, അങ്ങയുടെ പേര് എന്റെ ഓർമ്മയിലേക്ക് വന്നാൽ, നിശ്ചയം അല്ലാഹു എനിക്ക് തരും. ബിൽ ഫറജി, ഈ രോഗാവസ്ഥയിൽ നിന്നുള്ള മുക്തി എനിക്ക് സാധ്യമാണ്. എത്ര രോഗികൾക്കാണ് മുഹമ്മദിയത്തിന്റെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൂറാനിയത്ത് കൊണ്ട് രോഗം ശിഫയായത്. നിങ്ങൾക്കറിയാമോ? എന്റെ അനുഭവത്തിലുള്ള കാര്യമാണ് പറയുന്നത്. എത്ര രോഗികൾക്കാണ് ബിനൂരി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രോഗം ശിഫയായത്. അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ. സ്വസ്ഥതയുടെ, സമാധാനത്തിന്റെ, ബിദിക്രി റസൂലില്ല, അള്ളാഹുവിന്റെ ദൂതരായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഓർമ്മിക്കൽ കൊണ്ട് മനസ്സിന് സമാധാനം ഉണ്ടാകും. ഏറ്റവും സങ്കീർണമായ കാലഘട്ടത്തിൽ ലോകത്താരാ ഏറ്റവും സമാധാനത്തിൽ ജീവിച്ചത്? ലോകത്ത് ഏറ്റവും സമാധാനത്തോടെ ജീവിച്ചതാരാണ്? മുഹമ്മദുർ റസൂൽ. നിങ്ങൾക്ക് എത്ര തെളിവാണ് ഞാൻ പറയേണ്ടത്? നമ്മളാണ് ജനിക്കണേന് മുന്നേ ഉപ്പയില്ല, ജനിച്ച 6 വയസ്സുള്ളപ്പോൾ ഉമ്മയില്ല, ഉമ്മ ഉണ്ടെങ്കിലും ഉമ്മ അല്ലാത്ത ഒരാളോടൊപ്പം താമസം, പിന്നെ മൂത്താപ്പാന്റെ കൂടെ പട്ടിണിയുള്ള കാലം, ആട്ടിനമേക്കാൻ പോയി. എപ്പോഴാണ് മുത്ത് നബിയുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളില്ലാണ്ടായത്? നിങ്ങളിൽ ആർക്ക് പറഞ്ഞുതരാൻ പറ്റും? എപ്പോഴാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളില്ലാണ്ടായത്? ബട്ട് എന്താ പറഞ്ഞത്? സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു പ്രയോഗം എന്താ? നഫ്സി ഫിൽ ഹഖ്. മനസ്സിലാക്കണം. ജസദീ ഫിൽ ഖവിയ്യ്, എന്റെ ശരീരം ശക്തമാണ്, നമ്മളെപ്പോലെ ബലഹീനരല്ല. ജസദീ ഫിൽ ഖവിയ്യ്. എന്ത് മനോഹരമായ പ്രയോഗം! ഒരു 10 ദിവസം അത് മാത്രമേ അത് പറയാനുണ്ടാകും. ജസദീ ഫിൽ ഖവിയ്യ്. എന്താണ് അതിന്റെ ഉദ്ദേശം? അൽ ഖവിയ്യ് എന്നത് പറയേണ്ടി വരും, ഷമാഇൽ പറയേണ്ടി വരും. ജസദീ ഫിൽ ഖവിയ്യ്. സുബ്ഹാനല്ലാഹ്. ഫർഹത്തു ഹയാത്തി, എന്റെ ജീവിതം ആഹ്ലാദകരമാണ്. പറയാൻ പറ്റുമോ നമുക്ക്? എന്റെ ജീവിതം ആഹ്ലാദകരമാണ്. അതിന്റെ അർത്ഥം അങ്ങനെയല്ലേ? ഫർഹത്തു ഹയാത്തി, എന്റെ ജീവിതം ആഹ്ലാദകരമാണ്. എപ്പോഴാ പ്രശ്നങ്ങൾ ഒഴിഞ്ഞത്? നിങ്ങൾ പറയും. ജനിക്കണേനും ഉപ്പില്ല, ജനിച്ചപ്പോ ഉമ്മാന്റെ കൂടെ അല്ല താമസം. കുറച്ച് ഉമ്മ വഴി എവിടെ വഫാത്തായത്? ഒരു യാത്രാ മധ്യേ ഉമ്മ പിരിഞ്ഞു പോവാന്ന് പറഞ്ഞാൽ, ഒരു യാത്രാ മധ്യേ ഉമ്മ മരിച്ചു പോവാന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമാണോ? മദീനയിൽ നിന്ന് പിതാവിന്റെ ഖബർ സിയാറത്ത് കഴിഞ്ഞ് പിതാവിന്റെ കുടുംബക്കാരെ കണ്ട് മടങ്ങുന്ന വേളയിൽ അബവാ എന്ന സ്ഥലത്ത് വെച്ച് ഉമ്മാക്ക് രോഗം ഊർജിച്ച ചരിത്രം നമ്മൾ വായിച്ചിട്ടില്ലേ? അവിടെ വെച്ച് ഉമ്മ വഫാത്തായത് വായിച്ചിട്ടുണ്ട്. കുറെ നേരം ഉമ്മ വഫാത്തായി. കുറെ നേരം ആരെ കാണാനില്ല? മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെന്ന ഈ 6 വയസ്സുകാരനെ കാണാനില്ല. ആളുകൾ പരതി നോക്കി. കുറച്ചകലെ ഒരു പാറക്കെട്ടിന് മുകളിൽ ഇരിക്കുകയാണ് ദൂതർ മുഹമ്മദ് റസൂൽ. അപ്പൊ ചോദിച്ചു, മോനെ, നിനക്ക് മനസ്സ് നൊന്തുപോയോ? നീ മനസ്സുകൊണ്ട് പ്രയാസത്തിലാണോ? നീ ദുഃഖത്തിലാണോ? ഈ വേളയിലാണ്
6 വയസ്സുള്ള ഒരു മോൻ പറയുന്ന വാക്കാണ് നഫ്സി ഫിൽ ഹഖ് ജസദി ഫിൽ ഖവിയ്യ് ഫർഹത്തു ഹയാത്തി. അതിന്റെ പൊരുളന്വേഷിച്ച് ഒരുപാട് കാലം യാത്ര ചെയ്യേണ്ടതുണ്ട്. ഒരുപാട് ദിവസം സദസ്സിലിരിക്കണം അതിന്റെ പൊരുളറിയണമെങ്കിൽ. ഞാൻ പറഞ്ഞ വിഷയം എന്താണ്? ഞാനിവിടെ പറയാൻ ശ്രമിച്ച ഒറ്റ കാര്യമുള്ളൂ. നിരന്തരം പ്രശ്നങ്ങളെ അഭിമുഖീകരിച്ചപ്പോഴും ആഹ്ലാദകരമായിരുന്നു ആ മനസ്സ്, സന്തോഷത്തിലായിരുന്നു ആ മനസ്സ്. അപ്പൊ മനസ്സിന്റെ സന്തോഷത്തിന് നമ്മൾ ആരെയാണ് ആശ്രയിക്കേണ്ടത്? മനസ്സിന്റെ സന്തോഷത്തിന് നമ്മൾ ആരെയാണ് ആശ്രയിക്കേണ്ടത്? ബിദിക്രി റസൂലില്ലാഹ്, അള്ളാഹുവിന്റെ ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദിക്റിനെ, അവിടുത്തെ പേരിനെ ഓർമ്മിക്കുക, അവിടുത്തെ ഗുണങ്ങളെ ഓർമ്മിക്കുക. അതുകൊണ്ടല്ലേ മങ്കൂസ് മൗലീദ് പാരായണം ചെയ്താൽ രോഗം ശിഫയാകുമെന്ന് നമ്മൾ പഠിച്ചത്. അതുകൊണ്ടാണ് അള്ളാഹു കബൂൽ ചെയ്യട്ടെ പ്രിയപ്പെട്ടവർ. അപ്പൊ മനസ്സ് സ്വസ്ഥമാക്കാനാണ് നമ്മൾ പഠിക്കേണ്ടത്. മനസ്സ് സ്വസ്ഥമാവാനുള്ള വഴികളിൽ ഒരു പ്രധാനപ്പെട്ട വഴി എല്ലാവർക്കും വിട്ടുവീഴ്ച കൊടുക്കുക. ഒട്ടകത്തിന്റെ കൊടൽമാല കഴുത്തിലണിഞ്ഞവർക്ക് മാപ്പ് കൊടുത്ത ദൂതർ മുഹമ്മദ് റസൂൽ അല്ലേ? മക്കം ഫത്ഹിന്റെ അന്ന് ആരൊക്കെ മുട്ടുവറച്ച് നിന്നു? മക്കം ഫത്ഹിന്റെ വേളയിൽ ആരൊക്കെയാ മുട്ടുവറച്ച് കഅബാലയത്തിന്റെ ചുറ്റിലുമായി നിന്നതെന്ന് നിങ്ങൾക്കറിയാലോ. മാപ്പ് കൊടുത്ത ദിവസമല്ലേ അത്? നമ്മൾ ചാൻസ് കാത്തു നിൽക്കുമല്ലേ പകരം വീട്ടാൻ? ആണോ അല്ലേ? നമ്മൾ ചാൻസ് കാത്ത് നിൽക്കുകയാണ്. അവസരം എനിക്ക് വരും, അപ്പോ ഞാൻ പകരം വീട്ടുമെന്ന് പറഞ്ഞു നിൽക്കുന്ന ഒരാളുടെ ശരീരത്തിൽ നിന്ന് എങ്ങനെയാണ് വേദന ഇല്ലാണ്ടാവുക? വേദനകൾ കൊണ്ട് സ്ഥിരമായി വേദനിക്കുന്ന മനുഷ്യരോട് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങളെ ചെറുതാക്കുന്നല്ല ചെയ്യുന്നത്. നിങ്ങൾക്ക് ഉറപ്പ് പറയാൻ പറ്റുമോ നിങ്ങളുടെ വാക്കുകൊണ്ട്, നിങ്ങളുടെ പെരുമാറ്റം കൊണ്ട്, നിങ്ങളുടെ ഇടപെടൽ കൊണ്ട് വേറൊരു മനുഷ്യന്റെ ഹൃദയവും വേദനിച്ചിട്ടില്ലെന്ന് നിങ്ങൾക്ക് ഉറപ്പ് പറയാൻ പറ്റുമോ? നിങ്ങൾ പറയ്. സ്ഥിരമായി വേദനക്ക് മരുന്ന് കുടിക്കുന്ന സർവരോടുമാണ് ഈ ചോദ്യം. സ്ഥിരമായി വേദനക്ക്, ഒന്ന് ശ്രദ്ധിക്കുക, ഞാൻ പ്രസംഗം നിർത്തുവാണ്. സ്ഥിരമായി വേദനക്ക് വേണ്ടി മരുന്ന് കുടിക്കുന്നവർ ഒന്ന് ശ്രദ്ധിക്കണേ. സ്ഥിരമായി വേദനക്ക് വേണ്ടി മരുന്ന് കുടിക്കുന്നവരോട് എൻ്റെ ചോദ്യം, നിങ്ങളുടെ നാവ് കാരണം, നിങ്ങളുടെ കൈ കാരണം, നിങ്ങളുടെ ഇടപെടൽ കാരണം ഈ ഭൂമിയിൽ ആരെങ്കിലും വേദനിക്കുന്നുണ്ടോ? അങ്ങനെ ഉണ്ടല്ലോ വേദന. മാനസിക വേദന ഇല്ലേ? ഇല്ലേ? മാനസിക വേദന ഇല്ലേ? ചെറിയ കുഞ്ഞുങ്ങളൊക്കെ വല്ലാണ്ട് തല്ലുന്ന ഉമ്മമാർക്ക് സൂക്കേട് വന്നാൽ മാറുമോ? ഇല്ലേ? ചാൻസ് കുറവാ മാറാൻ. പ്രിയപ്പെട്ടവരെ, ഞാൻ പ്രസംഗം നിർത്തുവാണ്. ഷാഹുൽ ഹമീദ് ഉസ്താദ് നിർത്താൻ പറഞ്ഞല്ലോ കേട്ടോ. ഷാഹുൽ ഹമീദ് ഉസ്താദ് കുറച്ചും കൂടി പറയാൻ വേണ്ടി പറഞ്ഞാണ്. അതേ പറഞ്ഞ സമയമില്ലെന്ന്. അല്ല, ഒരാൾ എഴുന്നേറ്റെന്ന് പറഞ്ഞപാട് ഞാൻ പ്രസംഗം നിർത്തുകയാണെന്ന് പറയുമ്പം അങ്ങനെ തോന്നിപ്പോകല്ലേ? ഞാൻ കുറച്ച് പറയാം. ഒരു 2-3 കാര്യങ്ങൾ പറയാൻ ഉസ്താദ് പറഞ്ഞാണ്. അത് ഞാനൊന്നും വേഗം മനസ്സിലാകുന്ന രൂപത്തിലൊന്ന് പറയാം. അപ്പോൾ ഞാനിതാ പറഞ്ഞത്, വേദന ഇത് വളരെ പ്രധാനമാണ്. ഞാനിത് പറയാതെ പോയാൽ എൻ്റെ അടുത്തൊരു തെറ്റ് വരും. ഞാനിത് പറയാണ്ട് പോയാൽ പറ്റൂല. കാരണം എല്ലാ ദിവസവും വേദനിക്കുന്ന രോഗികളെ കാണുന്ന ആളാണ് ഞാൻ. മുട്ടുവേദന, നടുവേദന, കഴുത്ത് വേദന, മനസ്സിലാക്കണം, തലവേദന. എൻ്റെ ചോദ്യം ഇതാണ്, നിങ്ങൾ കാരണം മറ്റൊരാൾ വേദനിക്കുന്നുണ്ടോ? ഇല്ലേ? ഉണ്ടെങ്കിൽ നിങ്ങളെ വേദന മാറുമോ? ഇല്ലേ? ഗൗരവമാണ്. വെരി സീരിയസ് മാറ്റർ, വളരെ സീരിയസ് ആണ്. ഞാൻ ഉറപ്പ് പറയുന്നു, നിങ്ങൾ കാരണം ആരെങ്കിലും വേദനിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ വേദന വിട്ടുപോകാൻ ചാൻസ് ഇല്ല. ഞാൻ പറഞ്ഞല്ലോ, രോഗികളെ ചികിത്സിക്കുന്ന ആളാണ്. 15 വർഷമായി എൻ്റെ ജോലി മദ്രസാധ്യാപനം, അല്ലെ പള്ളി, അങ്ങനെയൊന്നുമല്ല. രോഗികളെ ചികിത്സിക്കുക. അത്ര പ്രശ്നങ്ങളുള്ളവരാണെങ്കിൽ അവരോട് പൊരുത്തപ്പെടിക്കണം. അത് ഭർത്താവ് ഭാര്യയോടാണെങ്കിലും, ഭാര്യ ഭർത്താവിനോടാണെങ്കിലും, ഉമ്മ മക്കളോടാണെങ്കിലും, മക്കൾ ഉമ്മയോടാണെങ്കിലും, സഹോദരൻ സഹോദരനോടാണെങ്കിലും, സഹോദരി സഹോദരനോട്, ആരാണെങ്കിലും വിഷയമില്ല. ആരെയും വേദനിപ്പിക്കാൻ എനിക്കോ നിങ്ങൾക്കോ, ആരെയും വേദനിപ്പിക്കാൻ, മറ്റൊരാളുടെ ഹക്ക് തടഞ്ഞു വെക്കാൻ, ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്. മറ്റൊരാളുടെ ഹക്ക് തടഞ്ഞു വെക്കാൻ, അവകാശം തടഞ്ഞു വെക്കാൻ നമുക്ക് ആർക്കും അധികാരമില്ല. പ്രിയപ്പെട്ടവരെ, ഏത് രൂപത്തിലുള്ള പ്രയാസമാണ് നമ്മെ തേടി വരിക എന്ന് പറയാൻ പറ്റില്ല. അള്ളാഹു നമ്മുടെ ചിന്തയെ നന്നാക്കി തരട്ടെ. അള്ളാഹു നമ്മുടെ വാക്കുകളെ നന്നാക്കി തരട്ടെ. അള്ളാഹു നമ്മുടെ പെരുമാറ്റങ്ങളെ നന്നാക്കി തരട്ടെ. അതുകൊണ്ടല്ലേ വല്ലാത്തൊരു ദുആ പഠിപ്പിച്ചു തന്നത്. വല്ലാത്തൊരു ദുആ ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തന്നത് ഓർമ്മിച്ചു പോവാണ്. അല്ലാഹുവേ എൻ്റെ സൃഷ്ടിപ്പ് നന്നാക്കിയതുപോലെ അല്ലാഹുമ്മ ഹസ്സിൻ, ഇതറിയില്ലേ, അല്ലാഹുമ്മ ഹസ്സിൻ ഖുലുഖി, അല്ലാഹുമ്മ ഹസ്സിൻ ഖുലുഖി, എൻ്റെ സ്വഭാവത്തെ നീ മനോഹരമാക്കി തരണേ. കമാ ഹസ്സൻത ഖിൽഖി,
കമാ ഹസൻത ഖൽഖി, എന്റെ സൃഷ്ടിപ്പ് നന്നാക്കിയതുപോലെ ഏറ്റവും മനോഹരമായ രൂപത്തിലാണ് അല്ലാഹു മനുഷ്യനെ സൃഷ്ടിച്ചത്. ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം, ഏറ്റവും മനോഹരമായ രൂപത്തിലാണ് അള്ളാന്റെ പടപ്പുകളിൽ പരകോടി സൃഷ്ടിജാലങ്ങളിൽ ഏറ്റവും സൗന്ദര്യമുള്ളത് മനുഷ്യനാണ്. ഏറ്റവും സൗന്ദര്യമുള്ളത് മനുഷ്യനാണ്. പ്രിയപ്പെട്ടവരെ, ആ മനുഷ്യൻ അള്ളാഹിനോട് ദുആ ചെയ്യുന്നു, എന്റെ സൃഷ്ടിപ്പ് നന്നാക്കിയതുപോലെ. പ്രത്യേകിച്ച് വിവാഹത്തിന് മുമ്പ് ആൺമക്കളും പെൺമക്കളും ഏറ്റവും ഗൗരവത്തിൽ ദുആ ചെയ്യേണ്ടത് ഈ ദുആ ആണ്. 2 സ്വഭാവങ്ങളാണ് ഒന്നാകാൻ പോകുന്നത്. സ്വഭാവക്കേടിന്റെ പേരിലാണ് ഭാര്യ ഭർത്താക്കന്മാരെപ്പോഴും തെറ്റാറുള്ളത്. സ്വഭാവക്കേടിന്റെ പേരിലാണ് ഭാര്യ ഭർത്താക്കന്മാര് പലപ്പോഴും തെറ്റാറുള്ളത്. കല്യാണം കഴിച്ചത് അവളെ സൗന്ദര്യം കണ്ടിട്ടാണ്, ഇപ്പൊ തെറ്റിയത് അവളെ സ്വഭാവം കണ്ടിട്ടാണ്. അല്ലേ? അങ്ങനെയാണ്. കല്യാണം കഴിച്ചത് സൗന്ദര്യം കണ്ടിട്ട്, ഇപ്പൊ തെറ്റിയത് സ്വഭാവം കണ്ടിട്ട്. ആണോ അല്ലേ? കഴിച്ച 6 മാസം കഴിഞ്ഞപ്പോൾ സൗന്ദര്യം മങ്ങിപ്പോയത് കൊണ്ടല്ല. പ്രത്യേകിച്ച് നമ്മളെ പെൺകുട്ടികളുടെ സൗന്ദര്യം നന്നാക്കാൻ മാത്രം എത്ര അധ്വാനിക്കുന്നവരാണ് പാവങ്ങൾ. യാ അല്ലാഹ്, കഷ്ടപ്പാട്. അല്ലാഹുവേ, അവർക്ക് എളുപ്പം കൊടുക്കണേ അല്ലാഹ്. ഓരോ കാര്യത്തിൽ ദ്വേർക്കണ്ടേ ഈ സൗന്ദര്യം നന്നാക്കാൻ വേണ്ടി. ആ മറ്റേ പുരിയല്ലിങ്ങനെ ചെത്തിയിട്ട് വരമ്പ് പോലെ ആക്കാൻ വേണ്ടി എത്ര മെനക്കെടാന്ന് നിങ്ങൾ മനസ്സിലായില്ല. നിങ്ങൾ ഇതൊന്നും നോക്കലില്ല, പെണ്ണുങ്ങളെയൊന്നും നോക്കാണ്ട് ഈ ആണുങ്ങന്മാർ പോട്ട്. ഇതെല്ലാം ഇല്ലേ, ഞാൻ ഈ പെണ്ണുങ്ങളെല്ലാം നോക്കുന്ന കൂട്ടത്തിലാണ്. കാരണം ഇറക്കി നോക്കാണ്ട് ചികിത്സിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഞാൻ വിചാരിക്കേണ്ട ഇയാൾക്ക് ഇതാ പരിപാടി. ഇത് കണ്ട് എന്തെന്നതിന് പറയാം, പുരികം. ഇതെല്ലാം നന്നാക്കാൻ എത്ര മെനക്കെടാണ്. അതിന്റെ വേദന ഞാൻ ചിന്തിക്കല്, ഇത് പരിക്കുമ്പോൾ വേദന എടുക്കൂലെന്നാണ്. അങ്ങനെ പറിച്ചിട്ട് ആ മുടിയെല്ലാം എന്തെല്ലാം ഇപ്പൊ തലീക്കെട്ട് കെട്ടിയില്ല തട്ടം. മുമ്പെല്ലാം കുത്തുപോകും ഉസ്താദാണ് തലീക്കെട്ട് കെട്ടിയിട്ട് തട്ടവിടൽ. ഇപ്പൊ തലക്കെന്താ വണ്ണം, എല്ലെങ്കിൽ തന്നെ ചൂട് കൂടിയിട്ട് നിൽക്കാൻ കഴിയുന്നില്ല. ഈ തലീക്കെട്ടും കെട്ടിയിട്ട് തട്ടുവിട്ട ഇവളെല്ലാം അവസ്ഥ എന്താ? നിങ്ങൾ ഈ ആണുങ്ങന്മാർക്കൊന്നും തിരിയുന്നില്ല കേട്ടോ, ഒരു ചിരിക്കുന്നു. ഇങ്ങനെയൊന്നും ഇപ്പോഴത്തെ പെൺകുട്ടികൾ നിങ്ങൾ കണ്ടിട്ടില്ല. വലിയൊരു തലീക്കെട്ട് അതിന് തട്ടം, ഇത്ര ചെറിയൊരു മാങ്ങൻ്റെ അത്രയും മുഖം ഉണ്ടാവും. ഈ വലിയ തലീക്കെട്ട് എന്തെന്നാ ഇവളെ കഥ? ഇവക്ക് കണ്ണാടി നോക്കിക്കൂടെ? ഒന്ന് എല്ലാ കുട്ടിയും നിനക്കൊന്ന് കണ്ണാടി നോക്കിക്കൂടെ? അല്ലെ മൊബൈൽ ഫോണിൽ സെൽഫി എടുത്തിട്ട് നീ ഒന്ന് നോക്കിയിട്ട് എന്തെന്നാ ഇത്? ചെറിയ ഇത്ര മുഖം, വലിയ തലീക്കെട്ട്, എങ്ങനെ ഉണ്ടാവും? ചിലപ്പോൾ നിങ്ങളുടെ നാട്ടിൽ ഇപ്പോൾ പിള്ളേർ ഇത് കെട്ടാത്തോണ്ടായിരിക്കും നിങ്ങൾ പലരും എന്നെ തുറച്ച് നോക്കി. എന്തെന്നാ ഇയാൾ പറയുന്നത്? എല്ലാവരും മക്കളിട്ടിട്ട് അതെല്ലാം നടക്കല് അങ്ങനത്തെ എല്ലാം. അപ്പോൾ എനിക്ക് സങ്കടമുണ്ട്. ഒരു സൗന്ദര്യം നന്നാക്കാനല്ലേ ഇത്രയും കഷ്ടപ്പെടുന്നു. ആകെ നമ്മളെ റാഹത്താക്കാനല്ലേ ഇത്. എന്നിട്ടോ തൊട്ടേനും എടുത്തേനും വെച്ചേനും ചീത്ത നിൽക്കെന്താ പണിയെന്ന് ചോദ്യം. ഓക്കെ, ഈ പണി ഞാൻ എത്ര മണിക്കൂർ വേണം? അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അപ്പം നമ്മളെന്താ പറഞ്ഞത്? രോഗം, വിട്ടുവീഴ്ച, മാപ്പ് കൊടുക്കുക, എല്ലാവരോടും സ്നേഹം കാണിക്കുക, അലിവ് കാണിക്കുക, കൃപ കാണിക്കുക. കുറച്ച് കാലേ ജീവിക്കുള്ളൂ. അള്ളാഹ് കുറച്ച് കാലേ ജീവിക്കും, കുറച്ച് കാലേ ഉള്ളൂ. ഒറ്റ തവണ ഇവിടെ ജീവിതമുള്ളൂ. എല്ലാവരോടും സ്നേഹം, എല്ലാവരോടും ഇഷ്ടം, എല്ലാവരോടും പിരിശം, എല്ലാവരോടും. എൻ്റെ പ്രിയപ്പെട്ടവരെല്ലാവരും മറ്റുള്ളവർക്ക് വേണ്ടി കഷ്ടപ്പെടുന്നവരാണ്. സ്ത്രീകൾ പുരുഷന്മാർക്ക് വേണ്ടി കഷ്ടപ്പെടുന്നു, പുരുഷന്മാർ സ്ത്രീകൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്നുണ്ട്. മക്കളെ, നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്നുണ്ട്. പിന്നീട് മക്കൾ നിങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടും. എല്ലാവർക്കും വേണ്ടി കഷ്ടപ്പെടുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവരും സ്നേഹിക്കുക. അള്ളാഹു ഖൈർ പ്രദാനം ചെയ്യട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, മനസ്സിന് സ്വസ്ഥത, മനസ്സിന് സമാധാനം ഉണ്ടെങ്കിൽ ഏത് രോഗാവസ്ഥയിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. നിശ്ചയം അതിലേറ്റവും പ്രധാനമാണ് അലാ ബിദിക്രില്ല. മനസ്സിന് സ്വസ്ഥത കിട്ടാത്തവർ, മനസ്സിനെപ്പോഴും സ്വസ്ഥത കിട്ടാത്തവർ, എപ്പോഴും വേവലാതിയുള്ളവർ, എപ്പോഴും ബേജാറ് പറയുന്നവർ, എപ്പോഴും അങ്കലാപ്പ് പ്രകടിപ്പിക്കുന്നവർ തൻ്റെ വലത് കൈയിനെ ഇടത് നെഞ്ചോട് ചേർത്ത് വെക്കണം. വെറുതെ ഓതിയിട്ട് കാര്യമില്ല. വലത് കൈയിനെ ഇടത് നെഞ്ചോട് ചേർത്ത് വെച്ചുകൊണ്ട് ആദ്യം ചെയ്യേണ്ടത് ഔദ് ചൊല്ലലാണ്, പിന്നീട് ചെയ്യേണ്ടത് ബിസ്മി ചൊല്ലലാണ്. അതിനുശേഷമോ അലാ ബിദിക്രില്ല, ഈ ആയത്ത് ഓതണം. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. 7, 11, 21 തവണയൊക്കെ നിങ്ങൾക്ക് ഓതാവുന്നതാണ്. ഈ ഒരു ആയത്ത് ഒരൊറ്റ തവണ ഓതുമ്പോഴേക്കും, ഒറ്റത്തവണ ഈ ആയത്ത് ഓതുമ്പോഴേക്കും മനസ്സിലേക്ക് ഒരു കുളിർമ വരും. അതുവരെ ഇല്ലാത്തൊരു കുളിർമ നിങ്ങളുടെ മനസ്സിന് വരും. പ്രിയപ്പെട്ടവരെ, മനഃശാന്തിക്ക് ഖുർആൻ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ഒരു ഹിക്മത്താ പറഞ്ഞു തരുന്നത്. അതിൻ്റെ ഒരു ഹിക്മത്ത് പറഞ്ഞു തരാണ്. ഇത് ഹിക്മത്താണ്. അപ്പൊ ഇടത് നെഞ്ചോട് വലത് കൈ ചേർത്ത് വെച്ചുകൊണ്ട്, ഇടത് നെഞ്ചോട് വലത് കൈ ചേർത്ത് വെച്ചുകൊണ്ട് അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ് ഇത് പാരായണം ചെയ്യുക. ശേഷം വീണ്ടും ബിസ്മി ഓതണം. ശേഷം വീണ്ടും ബിസ്മി ഓതി സൂറത്തുൽ ഇൻശിറാഹ്, അലം നശ്റഹ് ലക സദ്റക് വവദഅനാ അൻക വിസ്റക് അല്ലദീ അൻഖദ ലഹ്റക് വറഫഅനാ ലക ദിക്റക്. മതി. വറഫഅനാ ലക ദിക്റക്. സുബ്ഹാനല്ലാഹ്. നിങ്ങൾ ഈ വറഫഅനാ ലക ദിക്റക് എന്ന് പറയുമ്പോഴേക്കും ഈ ആയത്ത് ഓതണം, പൂർണ്ണമായി ഓതണം. ഒരു തവണ ചെയ്യുമ്പോൾ ഇത് 4 തവണയാണ് ഓതേണ്ടത്. മനസ്സിന് സമാധാനമില്ലാത്തവർ, മനസ്സിന് എപ്പോഴും ബേജാറുള്ളവർ, എപ്പോഴും മനസ്സിന് പേടിയുള്ളവർ,
എപ്പോഴും ബേജാറ് പറയുന്നവർ ഇതുപ്രകാരം അലം നശ്റഹ് സൂറത്ത് 4 തവണ ഫർളായ നിസ്കാര ശേഷം രോഗം ശിഫയാവാൻ, മനസ്സിന് സ്വസ്ഥത കിട്ടാൻ ആഗ്രഹിച്ചുകൊണ്ട്, ഖുർആനിൽ ശിഫയുണ്ട് എന്നത് വിശ്വസിച്ചുകൊണ്ട്, ഖുർആനിലൂടെ മുഅ്മിനീങ്ങളുടെ രോഗം ശിഫയാകുമെന്ന് സയ്യിദുനാ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതിനെ ഞാൻ വിശ്വസിക്കുന്നു, ഞാനത് ചെയ്യുന്നു എന്ന് കരുതിക്കൊണ്ട് ഒരാൾ ചെയ്താൽ വളരെ വേഗത്തിൽ മനസ്സിന് സമാധാനം കിട്ടും. തീർന്നില്ല. അല്ലാഹു ഹാളിരി, അല്ലാഹു നാളിരി, അല്ലാഹു ഷാഹിദി, അല്ലാഹു മഈ. ഈ മനോഹരമായ ദിക്റങ്ങാൻ ഞാൻ ഈ പറഞ്ഞ ക്രമത്തിൽ അഊദു ചൊല്ലി, ബിസ്മി ചൊല്ലി, അലാ ബിദിക്രില്ലാ ചൊല്ലി, അലം നശ്റഹ് ഓതിയ ശേഷം, അലം നശ്റഹ് ഓതിയ ശേഷം അല്ലാഹു ഹാളിരി, അല്ലാഹു നാളിരി, അല്ലാഹു ഷാഹിദി, അല്ലാഹു മഈ. മഅയ്യത്തിന്റെ ബോധമാണ്, മഅയ്യത്തിന്റെ ബോധം ഉണ്ടാക്കിയെടുക്കലാണ് മാനസിക രോഗത്തിന്റെ ചികിത്സ എന്ന് മഹാന്മാർ. മഅയ്യത്തിന്റെ ബോധം, അതായത് അല്ലാഹു കൂടെയുണ്ട് എന്ന ബോധം. ശരിക്കും മനസ്സിലായില്ലേ? അല്ലാഹു കൂടെയുണ്ട് എന്ന ബോധം മനസ്സിന് പ്രയാസമുള്ളവരെ ബോധ്യപ്പെടുത്തലാണ് ചികിത്സ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഗാർ തൗറില് ഒരു പേടി പറഞ്ഞപ്പോ ഇന്നല്ലാഹ മഅനാ, മഅയ്യത്തിന്റെ ബോധം ഉണ്ടാക്കി കൊടുത്തു. അപ്പൊ മഅയ്യത്തിന്റെ ബോധം ഉണ്ടാക്കലാണ് പേടിക്കുള്ള ചികിത്സ. അതുകൊണ്ടാണ് പേടിച്ച് കരയുന്ന കുട്ടികളുടെ ചെവിയിൽ ബാങ്ക് കേൾപ്പിക്കാൻ പഠിപ്പിക്കുന്നത്. രാത്രി എപ്പോഴും കരയുന്ന കുഞ്ഞുങ്ങളുടെ വലത് ചെവിയിൽ ബാങ്കും ഇടത് ചെവിയിൽ ഇക്കാമത്തും കേൾപ്പിക്കുന്നത് ഈ മഅയ്യത്തുണ്ടാക്കാനാണ്. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. ഇനിയും നീട്ടി പറയുന്നില്ല, സമയമായിപ്പോയി അല്ലേ? അപ്പൊ ഷൗൽ ഹമീദ് ഉസ്താദ് പറഞ്ഞത് ഞാൻ 4 കാര്യം പറഞ്ഞിരുന്നു, വിശദമാക്കാൻ സമയമില്ല. ഒന്ന്, ഈ വയസ്സായ ആളുകൾ, 63 വയസ്സായാലും നമുക്കൊക്കെ അള്ളാഹു ദീർഘായുസ് പ്രദാനം ചെയ്യട്ടെ. അള്ളാഹു എല്ലാവർക്കും ദീർഘായുസ് പ്രദാനം ചെയ്യും. അള്ളാഹുവെ ഞങ്ങളിലെ വയസ്സായ ആളുകൾക്ക് ആഫിയത്തും സലാമത്തും റാഹത്തും കൊടുക്കണേ അള്ളാഹ്. ഞങ്ങൾ ഉമ്മമാര്, ഉപ്പമാര്, ഉസ്താദുമാര്, ഞങ്ങളെ മശായിഖന്മാരിൽ പലരും വയസ്സായവരാണ്. അവർക്ക് നീ നല്ല ആഫിയത്തും നല്ല റാഹത്തും സലാമത്തും കൊടുക്കണേ തമ്പുരാനെ. അപ്പോൾ വയസ്സായാൽ, ഒരു 63 വയസ്സൊക്കെ ആയാൽ ജീവിതത്തിൽ കുറച്ചുകൂടി ഒരു ആനന്ദകരമായ അവസ്ഥയിലേക്കും സന്തോഷകരമായ അവസ്ഥയിലേക്കാണ് പോകേണ്ടത്. പക്ഷെ കാണുന്നത് പലർക്കും ബേജാറും വെപ്രാളും കൂടുതലാണ്, വിഷമം കൂടുതലായിട്ടാണ് കാണുന്നത്. അത് പരിഹരിക്കാൻ ഏറ്റവും നല്ലൊരു വഴിയാണ് ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫതഹ് വറഅയ്ത അന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജ ഫസബ്ബിഹ് ബിഹംദി റബ്ബിക, ഫസബ്ബിഹ് ബിഹംദി റബ്ബിക. മനസ്സിലായോ? ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിറു. അതാണ് വിഷയം. അപ്പോൾ അത് കുറെ പറയാനുണ്ട്. ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിറു, അതാണ് വിഷയം. നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും അത് പറയാം. അപ്പോൾ 63 വയസ്സ് കഴിഞ്ഞവർക്ക് ഖുർആൻ ഇഷ്ടംപോലെ ഓതാം. പക്ഷേ സൂറത്തുൻ നസ്ർ ധാരാളമായി പാരായണം ചെയ്യുക, തസ്ബീഹ് വർദ്ധിപ്പിക്കുക. നല്ല റാഹത്ത് കിട്ടും, നല്ല സമാധാനം കിട്ടും. തസ്ബീഹ് വർദ്ധിപ്പിക്കുക. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. അത് വലിയൊരു ഹിക്മത്താണ്. ഞാൻ വിശദീകരിക്കുന്നില്ല, നമുക്ക് പിന്നെ പറയാം. പിന്നെയോ അൽഹംദുലില്ലാഹ് പറഞ്ഞുകൊണ്ടിരിക്കുക. ഒരുപാട് ആളുകൾ യൗവനകാലത്ത് മരിച്ചുപോയി, ഒരുപാട് ആളുകൾ ബാല്യകാലത്ത് മരിച്ചുപോയി. 63 വയസ്സ് വരെ, അല്ലെങ്കിൽ 60 വയസ്സ് വരെ, അല്ലെങ്കിൽ 65 വയസ്സ് വരെ ജീവിക്കാൻ റബ്ബെനിക്ക് ആയുസ് നീട്ടിത്തന്നു. അൽഹംദുലില്ലാഹ്. ഇത് വീണ്ടും ആയുസ് കൂടാനുള്ള മരുന്നാണ്. അപ്പൊ ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിറുഹു, വസ്തഗ്ഫിറുഹു. ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് വാർദ്ധക്യ സഹജമായ അസ്വസ്ഥതകൾ ഇല്ലാണ്ടാക്കാൻ. ഒന്ന് ശ്രദ്ധിക്കണേ, പ്രസംഗം തീരുകയാണ്. വാർദ്ധക്യ സഹജമായ അസ്വസ്ഥതകൾ വരാതിരിക്കാൻ, വേവലാതികൾ വരാതിരിക്കാൻ, വിഷമതകൾ വരാതിരിക്കാൻ, ബലഹീനതകൾ വരാതിരിക്കാൻ, പരസഹായങ്ങൾ തേടേണ്ടി വരാതിരിക്കാൻ വസ്തഗ്ഫിറു, ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുക. അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ടേ ഇരിക്കുക, അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ടേ ഇരിക്കുക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പോൾ തസ്ബീഹ്, ഹംദ്, ഇസ്തിഗ്ഫാർ, ഇത് വലിയ ഹിക്മത്താണ്. എനിക്കിന്ന് പറഞ്ഞു പൂർത്തിയാക്കാൻ കഴിയില്ല. വാക്കവി ഉസ്താദ് പറഞ്ഞതുകൊണ്ട് ഞാൻ ആ വിഷയം തൊട്ടുപോയി. ഞാൻ നേരത്തെ ഒരു ഒഴുക്കിൽ അങ്ങനെ എന്തോ ഒരു കാര്യം പറയുമ്പോൾ ഖുർആനിൽ ഓരോരുത്തർക്കും ഓരോ വഴിയുണ്ട് എന്ന് പറയാൻ പറഞ്ഞതാണ്. വിഷയം അത് അവിടെ അല്ല നിൽക്കുന്നത്, വിഷയം പറയാനുണ്ട്. യുവാക്കളുടെ കാര്യം, എൻ്റെ പ്രിയപ്പെട്ട യുവാക്കൾ, ഈ നാടിൻ്റെ ഏറ്റവും വലിയ സമ്പത്താണ്, ഈ രാജ്യത്തിൻ്റെ സമ്പത്താണ്, ഒരു സമൂഹത്തിൻ്റെ പ്രതീക്ഷ യുവാക്കളാണ്. ഞാൻ പറഞ്ഞു, നട്ടെല്ലാണ്. ശരീരത്തിൽ നട്ടെല്ല് എന്താണോ എന്നതുപോലെയാണ് ഒരു സമൂഹത്തിൽ യുവാക്കൾ. അവർ നിലനിൽക്കണം, അവർ വിജയിക്കണം, അവർ രക്ഷപ്പെടണം, അവർക്ക് പ്രതാപമുണ്ടാവണം, അവർക്ക് നല്ല കുടുംബമുണ്ടാവണം, നല്ല കച്ചവടമുണ്ടാകണം, നല്ല സമ്പത്തുണ്ടാവണം, നല്ല ഐശ്വര്യമുള്ള ജീവിതമുണ്ടാകണം. അവർ സൂറത്തുൽ കഹ്ഫ് നോക്കണം. സൂറത്തുൽ കഹ്ഫിൽ വളരെ പ്രധാനപ്പെട്ട 10ാമത്തെ ആയത്താണ് അവർ പരിശോധിക്കേണ്ടത്. ഇദ് അവൽ ഫിതിയതു ഇലൽ കഹ്ഫി
إذ أوى الفتية إلى الكهف فقالوا ربنا آتنا من لدنك رحمة وهيئ لنا من أمرنا رشدا. ഒരുപാട് പറയാനുണ്ട് ഈ ഒരു ആയത്തിനെ കുറിച്ച്. നമുക്ക് എന്താ പറയാൻ പറ്റുമെന്നും പറയാൻ പറ്റൂല. എൻ്റെ ചെറുപ്പക്കാരെ, നിങ്ങൾക്ക് നിങ്ങളുടെ വിദ്യാഭ്യാസത്തിൽ രക്ഷപ്പെടണമെങ്കിൽ, നിങ്ങളുടെ ജോലിയിൽ രക്ഷപ്പെടണമെങ്കിൽ, എവിടെ കാല് കുത്തിയാലും കുത്തിയ മണ്ണ് പൊന്നാക്കണമെന്ന് പൂതിയുണ്ടെങ്കിൽ നിങ്ങൾ എവിടെയും ചതിക്കപ്പെടരുത്, നിങ്ങൾ എവിടെയും വഞ്ചിക്കപ്പെടരുത്, നിങ്ങളിലേക്ക് നാശം വരരുത്. സർവനാശങ്ങളെ തൊട്ടും നിങ്ങളെ തൊട്ട് നാശങ്ങളെ തടയാൻ ഒരു പാറക്കെട്ട് അല്ലാഹു അദൃശ്യമായി നിങ്ങളുടെ ശരീരത്തിന് ചുറ്റും പൊതിഞ്ഞു വെക്കണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ അല്ലാഹുവിനോട് നിരന്തരം ചോദിക്കേണ്ടത് ഇത് അവൽ ഫിതിയത്തു, ഒരു കൂട്ടം യുവാക്കള് ഇലൽ കഹ്ഫി, ഗുഹയിലായിരുന്ന സന്ദർഭത്തെയാണ് നിങ്ങൾ ഓർമ്മിക്കേണ്ടത്. എന്റെ ചെറുപ്പക്കാര് ജീവിതത്തിന്റെ ഗുഹയിലാണ്, അവർക്കറിയുന്നില്ല എങ്ങോട്ടാ പോണ്ടത്. ചെറുപ്പക്കാര് ജീവിതത്തിന്റെ ഗുഹയിലാണ്, അവർക്കറിയില്ല എങ്ങോട്ട് പോകണം. അവരെ ആക്രമിക്കാൻ ഒരു രാജാവ് അവന്റെ പട്ടാളക്കാരെ അയച്ചിട്ടുണ്ട്, അയച്ചിട്ടില്ലേ? ആ രാജാവിന് മുമ്പിൽ സുജൂദ് ചെയ്യാത്തതിന്റെ പേരിൽ ഇവരെ ആക്രമിച്ചു നശിപ്പിക്കാൻ ഒരു രാജാവിന്റെ പട്ടാളക്കാർ വന്നിട്ടുണ്ട്. പക്ഷെ ഈ പട്ടാളക്കാരുടെ കണ്ണ് ഈ ചെറുപ്പക്കാരിൽ പതിയില്ല. മാത്രമല്ല, എനിക്ക് ഏറ്റവും അത്ഭുതം തോന്നിയത് അവരുടെ യൗവനത്തെ അള്ളാഹു നിലനിർത്തി, അവരുടെ ആഫിയത്തിനെ നിലനിർത്തി, അതിനൊരു ഹിക്മത്ത് ചെയ്തു. ആ പാറക്കെട്ടിനൊരു വിടവുണ്ടാക്കി, വിള്ളൽ. എന്നിട്ട് രാവിലത്തെ സൂര്യന്റെ പ്രകാശവും വൈകുന്നേരത്തെ സൂര്യന്റെ പ്രകാശവും അവരുടെ ശരീരത്തിൽ അള്ളാഹു തട്ടിച്ചു. എന്തിന് പറഞ്ഞാൽ ഇനിയും വിഷയം നീളും. ഒരു മനുഷ്യന്റെ ആരോഗ്യം നിലനിൽക്കണമെങ്കിൽ രാവിലെ വെയിൽ കൊള്ളണം. 10 മണിക്കല്ല രാവിലത്തെ വെയിൽ വേണം. വൈകുന്നേരത്തെ വെയിലും മനുഷ്യര് വേണം ഒരല്പനേരം. ഇപ്പൊ പ്രസംഗിക്കുന്നത് നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും പറയാം. അപ്പൊ അള്ളാഹു അത് അവരെ ചെരിച്ചും മറിച്ചും എന്തിനാ കിടത്തിയത്? അവരെന്തിനാണ് ചെരിച്ചും മറിച്ചും കിടത്തിയത്? സുബ്ഹാനല്ലാഹ്. അവർ ചോദിച്ചതെന്താണ്? എന്റെ യുവാക്കളെ, നിങ്ങൾ എന്താണ് അള്ളാഹിനോട് ചോദിക്കേണ്ടത്? റബ്ബനാ ആതിനാ മിൻ ലദുൻക റഹ്മ. എല്ലാം അടങ്ങി. മിൻ ലദുൻക റഹ്മ പറഞ്ഞാ തീരാത്ത വിഷയം. മിൻ ലദുൻക റഹ്മ വഹയ്യിഅ ലനാ മിൻ അംരിനാ റശദ. ഞങ്ങളുടെ കാര്യത്തിൽ ഒരു ഗൈഡിനെ തരണം, ഒരു വഴികാട്ടിയെ തരണം. മിക്ക യുവാക്കളും ജീവിതത്തിൽ തോറ്റുപോകുന്നത് വിത്തൗട്ട് ഗൈഡ്. ലൈഫ് ജീവിതം ആരുടെയും ഉപദേശമില്ലാതെയാണ്. നിങ്ങളുടെ ഗൈഡ് ആരാണ്? ഒരു ടൂർ പോയാൽ ഗൈഡ് വേണം. ഒരു യാത്ര പോയാൽ, ഇപ്പൊ ഹജ്ജിനൊക്കെ പോയാൽ മുർഷിദ്, ബസ്സിൽ കയറിട്ടില്ലേ, മുർഷിദ് ഉണ്ടാവും, വഴികാട്ടി. നിങ്ങളുടെ വഴികാട്ടി ആര്? നമ്മളെ വഴികാട്ടി ഗൂഗിൾ മാപ്പ്. ഒരു പരിധിവരെ അത് കൃത്യസ്ഥാനത്ത് എത്തിച്ചേരും കേട്ടാ. ഈ അടുത്ത് ആലുവയിൽ പെരുമ്പാവൂരുള്ള ഒരു വീട്ടിൽ പോകണം. ഞാൻ വൈകുന്നേരത്തെ കൺസൾട്ടിങ് കഴിഞ്ഞിട്ടേ എനിക്ക് പോകാൻ പറ്റുള്ളൂ. അള്ളാഹു ആ മനുഷ്യന്റെ രോഗം ഷിഫയാക്കി കൊടുക്കട്ടെ. ഈ സമുദായത്തിന് ഏറെ ഉപകാരം ചെയ്യുന്ന ഒരു മഹാപണ്ഡിതന്റെ പിതാവാണ്. അള്ളാഹു ആ പിതാവിന് നീ ഷിഫയാക്കി കൊടുക്കണേ അള്ളാഹ്. അപ്പോൾ റസൂലുള്ളാഹിന്റെ ചികിത്സ നടത്തുന്ന ഒരാളാണ് എന്ന് അറിഞ്ഞതിന്റെ പേരിൽ എന്നെ വിളിച്ചു. എനിക്ക് പോകാൻ ആകെയുള്ള സമയം രാത്രിയാണ്. അങ്ങനെ മഗ്രിബോട് കൂടി പുറപ്പെട്ടു. അവരെ വിളിച്ച് ബുദ്ധിമുട്ടിക്കണ്ടാന്ന് കരുതിയിട്ട് ഞാൻ നേരത്തെ ഗൂഗിൾ മാപ്പ് അയച്ചു തരാൻ പറഞ്ഞു. ആ വീട്ടിന്റെ മുറ്റത്ത് വണ്ടി എത്തിയെന്ന് സുബ്ഹാനല്ലാഹ്. ആ വീട്ടുകാർ അത്ഭുതപ്പെട്ടു, ഇത്ര കൃത്യമായിട്ട് എത്തിക്കേ, ഇങ്ങനെ ഒരു വഴി കാട്ടിയോ? അള്ളാഹു തന്റെ അടിമകൾക്ക് ചെയ്ത സൗകര്യങ്ങൾ എത്ര വലുതാണ്. അള്ളാഹു ആ പിതാവിനെ നീ ഷിഫയാക്കി കൊടുക്കണേ അല്ലാ. ഈ ഉമ്മത്തിന്റെ അഭിമാനം കാക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്ന ഒരു പണ്ഡിതന്റെ പിതാവാണ്. അവർക്ക് നീ ഷിഫ കൊടുക്കണേ അല്ലാ. ആഫിയത്ത് കൊടുക്കണേ അല്ലാ. വലിയൊരു പണ്ഡിതന്റെ പിതാവാണ് അദ്ദേഹം. ഈ സമുദായത്തിന് അഭിമാനമാണ്. ഈ സമുദായത്തിന്റെ പ്രതാപം പല വേദികളിലും ഉയർത്തി കാണിച്ച മഹാപ്രതിഭയാണ്. പേര് പറയാത്തത് അസുഖവുമായി ബന്ധപ്പെട്ട കാര്യമായതുകൊണ്ടാണ്. അങ്ങനെ ഉണ്ടല്ലോ, അസുഖം എന്ന് പറഞ്ഞാൽ മറച്ചു പിടിക്കേണ്ട കാര്യമാണല്ലോ, അത് കുറവാണ്. അതുകൊണ്ടാണ് ഞാൻ ആരാണ് എന്താണെന്ന് പറയാത്തത്. രാത്രി 3 മണിക്ക് അവിടെ എത്തേണ്ടി വന്നു, വേറെ വഴിയില്ല. അല്ലാഹു ഷിഫ കൊടുക്കട്ടെ. അപ്പൊ യുവാക്കളുടെ ഫസിദിനാഹും ഹുദ, ആ സൂറത്തിൽ എന്തുണ്ട്? ഫസിദിനാഹും ഹുദ. നിങ്ങൾക്ക് ആവശ്യമുള്ള സർവ്വവും അള്ളാഹു വർദ്ധിപ്പിച്ചു തരും. സൂറത്തുൽ കഹ്ഫ് പരിശോധിച്ച് നോക്കുക. അപ്പൊ അത് കുറെ പഠിക്കാൻ നമുക്ക് ഇത്രയല്ലേ പറയാൻ പറ്റൂ. ഇല്ല പിന്നെ ചെറുപ്പക്കാരെ മാത്രം എത്തിയിട്ട് പറയണം. യൗവനം ഒരിക്കലും നഷ്ടപ്പെടാതിരിക്കാനുള്ള ഹിക്മത്ത് കയ്യിലുണ്ട്. എങ്ങനെ? യുവത്വം ഒരിക്കലും നഷ്ടപ്പെടാതിരിക്കാനുള്ള ഹിക്മത്ത് സൂറത്തുൽ കഹ്ഫിലുണ്ട്. മസിൽ പവർ എപ്പോഴും നിലനിൽക്കാനുള്ള രഹസ്യം സൂറത്തുൽ കഹ്ഫിലുണ്ട്. അത് നമ്മൾ യുവാക്കളെ മാത്രം എത്തിയിട്ട് പറയാം. വയസ്സുള്ള ആൾ ഉണ്ടാകുമ്പോൾ ഓരോ മക്കളും പേരൊക്കെ തന്നെ കേൾക്കുന്നത്, ഇത് അന്നേ കേട്ടിട്ട് നമ്മളും ആ ചെറുപ്പം നിലനിൽക്കുമായിരുന്നു എന്ന് തോന്നണ്ടാന്ന് വിചാരിച്ചിട്ടാണ്. സാരമില്ല, വയസ്സുള്ളവർ ഈ ഉമ്മത്തിന്റെ ഭാഗ്യമാണ്, വയസ്സായവർ ഈ ഉമ്മത്തിന്റെ ഭാഗ്യമാണ്, ഈ ഉമ്മത്തിന്റെ അഭിമാനമാണ്, ഈ ഉമ്മത്തിന്റെ കാവലാണ്, ഈ നാടിന്റെ കാവലാണവർ. പല മുസീബത്തും അള്ളാഹു നമ്മളിൽ തടഞ്ഞു നിർത്തത് ഈ നാട്ടിലെ വയസ്സായ ആളുകളെ കൂടി പരിഗണിച്ചിട്ടാണ്. അള്ളാഹുവെ അവരെ നീ ഏറ്റെടുക്കണേ അള്ളാഹ്. അപ്പൊ അതാണ് എനിക്ക് സൂറത്ത് നൂർ സ്ത്രീ ജീവിതത്തിന്റെ വിജയരഹസ്യങ്ങൾ പറയുന്ന അധ്യായമാണ്. നിങ്ങളുടെ സ്ത്രീകൾക്ക് നിങ്ങൾ സൂറത്ത് നൂർ പഠിപ്പിക്കണമെന്ന് മുഹമ്മദ് റസൂൽ. അങ്ങനെയുണ്ട്. നിങ്ങളുടെ സ്ത്രീകൾക്ക് നിങ്ങൾ സൂറത്ത് നൂർ പഠിപ്പിക്കണം. ഒരു സ്ത്രീ സൂറത്ത് നൂറിനെ സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയും എല്ലാ ദിവസവും
അനുഗ്രഹീത വനിതയാവണം എന്ന ആഗ്രഹത്തോടുകൂടി ബഹുമാനാദരവോടെ എല്ലാ ദിവസവും സൂറത്തുൻ നൂർ പാരായണം ചെയ്താൽ ജീവിതം പ്രകാശപൂരിതമാകും. ഈ പെണ്ണാണ് വീടിന്റെ വിളക്കാകുന്ന പെണ്ണ്. റസൂലുള്ളാഹി പറഞ്ഞില്ലേ വീട്ടിന്റെ വിളക്കാണ് പെണ്ണെന്ന്. അത് സൂറത്തുൻ നൂറുള്ള പെണ്ണാണ്, അല്ലാത്ത മണ്ണെണ്ണ വിളക്കിന്റെ പെണ്ണല്ല. മനസ്സിലായില്ല? മണ്ണെണ്ണ വിളക്കിന്റെ പെണ്ണുണ്ട്, അതല്ല. സൂറത്തുൻ നൂർ, സൂറത്തുൻ നൂർ. ആ സ്ത്രീകൾക്ക് തിരിഞ്ഞില്ലേ? സൂറത്തുൻ നൂർ കൂടെയുള്ള പെണ്ണ്, പ്രകാശത്തിന്റെ അധ്യായം കൂടെയുള്ള പെണ്ണ് വീടിന്റെ വിളക്കാണ്. അല്ലാഹുവേ ഞങ്ങളെ സ്ത്രീകൾ അത് ഏറ്റെടുക്കണേ അല്ലാ. അവ കുറേ കാര്യങ്ങൾ പറയാനുണ്ട്, കുറേ വിഷയങ്ങൾ അതിൻ്റെ ഉള്ളിലുണ്ട്, നമുക്കിപ്പോൾ ചർച്ച ചെയ്യാൻ പറ്റൂല. ഞാൻ അതിൻ്റെ ഒരു വഴി പറഞ്ഞു തന്നു, ഓതിക്കൊള്ളിങ്ങൾ. അല്ലാഹുവേ ഞങ്ങളുടെ ഉമ്മമാര്, പെങ്ങന്മാര്, ഭാര്യമാര്, പെൺമക്കൾ നിന്റെ ഹബീബിന്റെ ഉമ്മഹാത്തിൽ മുഅ്മിനീങ്ങൾ അനുഗ്രഹിച്ചതുപോലെ അനുഗ്രഹിക്കണേ അല്ലാ. ദുനിയാവിന്റെ ഫിത്നയിൽ നിന്ന്, ഫസാദിൽ നിന്ന്, ചതിയിൽ നിന്ന്, വഞ്ചനയിൽ നിന്ന്, നാശങ്ങളിൽ നിന്ന് ഞങ്ങളെ സ്ത്രീകൾക്ക് നീ കാവൽ നൽകണേ തമ്പുരാനെ. പിന്നെ മക്കളുമായി ബന്ധപ്പെട്ട് സൂറത്തുൽ ലുഖ്മാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പല മാതാപിതാക്കളും മക്കളാവാൻ ദുആ ചെയ്തു, പിന്നെ അവരെ കൊണ്ടാണ് ടെൻഷൻ. വാഴ വെക്കുന്ന കഥ പറയല് അല്ലേ? വാഴ വെച്ചാ മതിയേനു, തെങ്ങ് വെച്ചാ മതിയേനു, എന്ത് കഥ പറയലില്ലേ? സൂറത്തുൽ ലുഖ്മാൻ ഓതിയാ മതിയായിരുന്നു. എന്റെ മറുപടി, മക്കള് ശരിപ്പെട്ട് കിട്ടുക എന്നുള്ളത് മാതാപിതാക്കളുടെ ഭാഗ്യമാണ്. അല്ലാഹുവേ ആ അനുഗ്രഹം ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാ. ഇസ്മായിൽ നബി അലൈഹിസ്സലാം ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് എത്രത്തോളം അനുസരണയുള്ള മകനായോ അതുപോലെ ഞങ്ങളെ മക്കളെ നീ ആക്കി തരണേ അല്ലാ. ഏതൊരു മാതാവിന്റെയും പിതാവിന്റെയും ദുആ മക്കൾക്ക് വേണ്ടി ഇങ്ങനെ ആവണം. എങ്ങനെ? ഇസ്മായിൽ നബി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ അനുസരിച്ചതുപോലെ ഞങ്ങളെ മക്കളെ ഞങ്ങൾ അനുസരിപ്പിക്കണേ എന്ന് ദുആ ചെയ്താൽ ആ ദുആയിൽ ഒരു ബർക്കത്തുണ്ട്. എന്താ ബർക്കത്ത്? 2 നബിമാരുടെ പേര് പറഞ്ഞു, 2 നബിമാരുടെ ഖസസ് ഓർമ്മിച്ചു, 2 നബിമാര് അള്ളാഹനെ അനുസരിച്ചതിനെ ഓർമ്മിച്ചു. ഈ ഓർമ്മകൾ കാരണം നിങ്ങളുടെ മക്കള് നന്നായി തീരും. അല്ലാഹു കബൂൽ ചെയ്യട്ടെ. സൂറത്തുൽ ലുഖ്മാൻ മക്കള് കേൾക്കെ ഓതുന്നതും മക്കൾ നന്നാവാനുള്ള ഹിക്മത്തുകളും മക്കളോട് മാതാപിതാക്കൾ സംസാരിക്കേണ്ട ശൈലിയും സൂറത്തുൽ ലുഖ്മാനിലാണുള്ളത്. അത് മാതാപിതാക്കൾ മാത്രം ഇരിക്കുമ്പോഴാണ് ആ വയത് പറയേണ്ടത്, അതിൽ മക്കൾ ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് ഉസ്താദ് പറഞ്ഞതുകൊണ്ട് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കുറച്ച് കാര്യങ്ങൾ ഞങ്ങൾ പറഞ്ഞു. അല്ലാഹുവേ ഈ പരിശ്രമം കബൂൽ ചെയ്തിട്ട് ഈ പരിശ്രമം ഇതൊരു പരിശ്രമമായി ഞങ്ങൾ സ്വീകരിക്കണേ അല്ലാഹ്. നിന്റെ ദീനിന്റെ ഇസ്സത്ത്, നിന്റെ ഈ ഹബീബിന്റെ ഉമ്മത്തിന്റെ ഇസ്സത്ത് നിലനിർത്താനുള്ള ഒരു പരിശ്രമമായി ഞങ്ങൾ ഈ ഇത്രയും മണിക്കൂർ പറഞ്ഞത് നീ സ്വീകരിക്കണേ അല്ലാഹ്.